മാനുഷികമായി സാധ്യതകൾ ഇല്ലാത്തയിടത്ത് ദൈവം ഒരു കാര്യം സാധ്യമാക്കി തരുമെന്ന് ഒരു ആലോചന പറഞ്ഞാൽ, അത് വചനത്തിലൂടെയാകാം, അത് ദൂതന്മാരിലൂടെ ആയിരിക്കാം, അതൊരു പ്രവചനത്തിലൂടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തയ്യാറായിക്കോ? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഞായറാഴ്ച തരുന്ന ദൂത് ഇതാണ്: മനുഷ്യൻ അത്ഭുതമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അസാധാരണം, അസംഭവ്യം എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് എളുപ്പമായ കാര്യങ്ങളാണ്. ദൈവത്തിന് അതൊന്നും അത്ഭുതങ്ങളല്ല, ദൈവത്തിൻ്റെ സാധാരണ വിഷയങ്ങളാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രയാസമേറിയ വിഷയം, അസാധ്യമായ വിഷയം, അത് ദൈവത്തിന് നിസ്സാരമായി സാധ്യമാക്കി തരുവാൻ കഴിയും. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ വിശ്വസിച്ച് ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കാൻ, നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ ഒത്തിരി അസാധ്യത പറയുമ്പോഴും ദൈവം എന്തു പറയും എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന നമ്മൾ എടുക്കണം. നമ്മളൊരു പ്രശ്നം വന്നാൽ കൗൺസിലേഷൻ്റെ അടുക്കൽ പോകും, രോഗങ്ങളാണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ പോകും. അവരെന്തു പറയുന്നു എന്ന് അറിയാനാണ്, എന്ത് പറയുന്നു. അപ്പോൾ അവർ പറയുന്ന കുറേ വാക്കുകൾ നമ്മളൊത്തിരി സ്വാധീനിക്കാറുണ്ട്. അത് പൂർണ്ണമായ ഒരു വിടുതൽ അല്ലെങ്കിൽ പോലും സ്വാധീനിക്കാറുണ്ട്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, അവരിൽ നിന്നൊരു ഒപ്പീനിയൻ എടുക്കും. എന്നാൽ ഒരു മരുന്ന് കഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മാറ്റം വരുന്നു, ചിലപ്പോൾ അത് മാറ്റം വന്നില്ലെന്ന് വരിക്കാം. ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ, ദൈവത്തിൻ്റെ ഒപ്പീനിയൻ എന്താ എന്ന് നമ്മൾ ചോദിക്കാൻ ചെന്നാൽ ദൈവം പറയുകയാണ് അത് സാരമില്ല, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല, നടത്തുമെന്ന് പറഞ്ഞാൽ ഒരു സാധ്യത അതിനകത്ത് നോക്കണ്ട, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനൊരു പോസിബിലിറ്റി ഉണ്ടോ, അനുകൂല സാഹചര്യം ഉണ്ടോ നോക്കണ്ട. ദൈവം പറഞ്ഞതല്ലേ 100% നടന്നിരിക്കും. ഹല്ലേലൂയ. ഗ്യാരണ്ടി ഉണ്ട്, ദൈവത്തിൻ്റെ വാക്കല്ലേ, ദൈവമല്ലേ പറയുന്നേ. ഇന്നത്തെ സന്ദേശം ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിലെ 14 വാക്യമാണ്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്തു. Is anything too hard for the Lord? എന്തെങ്കിലും ദൈവത്തിന് പ്രയാസമുണ്ടെന്ന്, അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യം, പ്രയാസമുള്ള കാര്യമുണ്ടെന്നുണ്ടോ? യിരെമ്യാ പ്രവാചന പുസ്തകം 32 അധ്യായം 17 വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് മഹാശക്തി കൊണ്ട് അത് പ്രാവർത്തികം, അവന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ പ്രവർത്തിക്കുന്ന നീട്ടിയ ഒരു കരവുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം അധികാരമുള്ളവനാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. അതൊരു തലമുറ ഉണ്ടാകുന്ന വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏറ്റവും ഭാരപ്പെടുന്ന, ഏറ്റവും വിഷമിക്കുന്ന, നിങ്ങളുടെ തലയ്ക്ക് മീതെ കവിഞ്ഞു നിൽക്കുന്ന, അത് വീടിനകത്തെ ഒരു വിഷയമാകാം, അത് നിങ്ങളുടെ ഭൗതിക ജോലി സംബന്ധിച്ചുള്ള വിഷയമാകാം, നിങ്ങളുടെ സാമ്പത്തികം സംബന്ധിച്ചുള്ള വിഷയമാകാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രതിസന്ധിയുടെ വിഷയമാകാം. ഈസ് ദെയർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? അതൊന്നും ദൈവത്തിന് ടു ഹാർഡ് അല്ല, വിഷമമല്ല ദൈവത്തിനത് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിനത് മാറ്റാൻ പറ്റും. പ്രിയമുള്ളവരെ, എല്ലാ പ്രശ്നങ്ങളും എന്നും നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളും എന്നും നിൽക്കുകയില്ല. ഓരോ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈം ബീയിങ് ഉണ്ട്. അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വന്ന് ഈ പ്രശ്നത്തെ കവർ ചെയ്യും, ആ പ്രശ്നം മാറുമ്പോൾ മറ്റൊന്നിനെ കവർ ചെയ്യും. പലരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന കാര്യം, ഈ പ്രശ്നം ലോകം ഉള്ളിടത്തോളം നിൽക്കും, ഞാൻ എല്ലാ കാലത്തും ഒരു അപമാനിതനായി ജീവിക്കേണ്ടി വരും, എനിക്ക് ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ചിന്തയായിരിക്കും പിശാച് കൊണ്ടിടുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ, ഒരു പ്രശ്നവും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നിലനിൽക്കില്ല. കാരണം ആ പ്രശ്നം ചിലപ്പോൾ മാറിയേക്കാം. ആ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമോ അതിനെ അതിജീവിക്കുന്ന മറ്റൊരു വിഷയമോ ഇടയ്ക്കൊന്ന് കയറും. ചുരുക്കത്തിൽ, നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വിഷയത്തിനും പിടിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല, നിലനിൽക്കില്ല. അതിൻ്റെ മുന്നിൽ അത് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ആ പ്രശ്നമെല്ലാം താളടിയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് തിരമാലയായിരിക്കാം, ഇന്ന് കൊടുങ്കാറ്റായിരിക്കാം, അത് കൊടുങ്കാറ്റ് തന്നെയാ, വന്ന വഴിക്ക് പോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പറയുന്നുണ്ട്, സെൻഹേരീബ് വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക. യഹൂദ രാജാവായ ഹിസ്കിയാവിനോട് പറയാം, നിങ്ങളെ പിടിച്ചോണ്ട് പോകും, കൊന്നുകളയും, നശിപ്പിക്കും, ദൈവത്തിന് നിങ്ങളെ രക്ഷിപ്പാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവ് കരഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവേ,
കുഞ്ഞുങ്ങൾ പ്രസവിക്കാറായി, ഇതാ ജനിപ്പിക്കുവാൻ ശക്തിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ മറുപടി, അവൻ വന്ന വഴിയേ തിരിച്ചു പോകും. ഹല്ലേലൂയ. വന്നതുപോലെ അവൻ പോകും. അവൻ വലിയ സൈന്യമായി, ലക്ഷക്കണക്കിന് സൈന്യമായിട്ട് കടന്നു വന്നു. അവർ അതുപോലെ പോയി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ വലുതാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഹല്ലേലൂയ. എത്ര വലിയവരാണെങ്കിലും, എത്ര സാമ്രാജ്യ ശക്തിയാണെങ്കിലും ദൈവം പറയാണ്, അവൻ വന്ന വഴിയെ പൊക്കോളും. അത് മൈൻഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മൈൻഡ് ചെയ്യണ്ട. ദൈവം നിന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. പക്ഷെ വിശ്വസിച്ചുറച്ച് നിൽക്കണം. അത് ഇച്ചിരി എളുപ്പമുള്ള കാര്യമല്ല, അല്പം കടുപ്പമുള്ള കാര്യമാണ്. ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഏറ്റവും വിഷമിക്കുന്ന വിഷയം അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ അവിടെ നിന്ന് ഉദ്ധരിച്ചിരിക്കും. ഹല്ലേലൂയ. പരിശോധനയിലൂടെ ദൈവം കടത്തിവിടും കേട്ടോ. സെക്കരിയാവിനും എലിസബത്തും വലിയ പരിശോധനകളെ കടന്നുപോയി. ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്നു, ആ നാളുകൾ കഴിഞ്ഞിട്ട്. അതെ, ആ നാളുകൾ കഴിയും. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 2:1 ചില നാളുകൾ കഴിഞ്ഞിട്ട്. അതെ, ആ ചില നാളുകൾ കഴിയും. ആമേൻ. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ കണ്ണീരിലാഴ്ത്തിയ, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകും. ഈ നാളുകൾ കഴിഞ്ഞു പോകും. ദൈവം നിങ്ങൾക്കൊരു പുതിയ ദിവസം വെച്ചിട്ടുണ്ട്. ആമേൻ. പുതിയ 2026 നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. പുതിയൊരു ജനുവരി വെച്ചിട്ടുണ്ട്. പുതിയ വിടുതൽ വെച്ചിട്ടുണ്ട്. സന്ധ്യകൾ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. എന്നും ഈ കരച്ചിൽ നിൽക്കില്ല കേട്ടോ. നിങ്ങൾ കണ്ണുനീരോട് നിലയ്ക്കുന്ന വ്യക്തിയായിരിക്കാം. വിശ്വസിക്കുക, ആർപ്പോൾ നിങ്ങൾക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മയായി, യേശുവിനെ ഗർഭം ധരിക്കാനായി കാത്തിരുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി സമർപ്പിച്ച മറിയോട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരു വാക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ നടക്കാത്ത കാര്യം, ഇതുവരെ സംഭവിക്കാത്ത കാര്യം. സാറായിക്കാണെങ്കിൽ അബ്രഹാം ഭർത്താവായിട്ടുണ്ട്, എന്നാൽ മറിയയ്ക്കാണെങ്കിൽ ഒരു ഭർത്താവില്ല. കർത്താവിന് ഒരു കാര്യം അസാധ്യമല്ലെന്നേ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ മത്തായി സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ പറയുകയാണ്, ഇതൊന്നും ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, രക്ഷിക്കപ്പെടാനൊന്നും അങ്ങനെ പറ്റുകയില്ല, വലിയ ഹാർഡാണ്. അവിടെയും കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. യേശു പറയുകയാണ്, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആത്മീയ ജീവിതം നിങ്ങൾക്ക് ജയിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല, നിങ്ങൾ പരാജയപ്പെട്ട് താഴെ പോവുകയാണ് എന്ന് ചിന്തിച്ചാലും കർത്താവ് പറയാണ്, അങ്ങനെ നശിക്കത്തില്ല. ദൈവം നിങ്ങളെ താങ്ങി നിർത്തും. ആമേൻ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവനെന്നാണ് യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ, അല്ലെങ്കിൽ ആ യൂദായുടെ ലേഖനത്തിന്റെ 24-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. വീഴാതെ വണ്ണം നിങ്ങളെ താങ്ങി നിർത്തുവാൻ. ഹല്ലേലൂയ. താങ്ങി നിർത്തുവാൻ കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. അവൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് പരീക്ഷയോടുകൂടി അതിന് മുകളിൽ സമ്മതിക്കാതെ പോക്കുവഴി ദൈവം ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. അവന്റെ സാന്നിധ്യം നിങ്ങളെ തേടി വരും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളെ സാധ്യമാക്കുവാൻ അധികാരമുള്ളവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഞായറാഴ്ച എനിക്കറിയില്ല ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ, അതിന് നോയാണല്ലോ എല്ലായിടത്തും കാണുന്നത്, അല്ലെങ്കിൽ ഒരു അനുകൂല വാക്കോ വിധിയോ വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന് അസാധ്യമല്ല. നിങ്ങൾക്കോ മനുഷ്യർക്കോ തോന്നിയേക്കാം, പക്ഷെ ദൈവത്തിന് അത് എളുപ്പമാണ്. ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരും. ആമേൻ. മറക്കാതെ ഇന്ന് ഞായറാഴ്ച രാത്രിയിലെ വൈകിട്ട് 8:45 മുതൽ 9:45 വരെയുള്ള ഓൺലൈൻ വർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. കൂടുതൽ ആലോചനകളും പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യും, ദൂതുകൾ കേൾക്കുകയൊക്കെ ചെയ്യാം. സൂം ഓൺലൈനിലൂടെ നിങ്ങൾക്കത് പങ്കെടുക്കാം. അതിൻ്റെ ഐഡിയും പാസ്വേഡും അറിയാവുന്നവരെല്ലാം കയറുക, അല്ലാത്തവർ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഐഡിയും പാസ്വേഡും അയച്ചു തരാം. നിങ്ങൾക്ക് കയറണം, നിങ്ങൾക്കൊരു വിടുതൽ സന്ദേശം ലഭിക്കും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രിയ കർത്താവേ, ഞായറാഴ്ച ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഏറ്റവും ഹാർഡായിരിക്കുന്ന, ഏറ്റവും വിഷമമായിരിക്കുന്ന ഈ വിഷയത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഈ ദൂത് ഇവരെ കേൾപ്പിക്കുന്നല്ലോ കർത്താവേ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെന്നുള്ള ആ ശബ്ദം അന്ന് സാറായോട് പറഞ്ഞതും മറിയോട് പറഞ്ഞതും യേശുവിന് ശിഷ്യന്മാരോട് പറഞ്ഞതുമായ വാക്കുകൾ ഈ മക്കൾ കേൾക്കുമ്പോൾ, അവിടുത്തെ സാക്ഷാലാകുന്ന പോലെ ദൈവത്തിന്റെ ശബ്ദമായിട്ട് അവർ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി നന്ദി. കർത്താവ് ഇടപെട്ട്
അവർക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്നതിന് നന്ദി. അത് സംഭവിക്കട്ടെ. അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്ക് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്ഡ് സൺഡേ.